ത്വാഅത്തുൽ വാലിദൈൻ, മാതാപിതാക്കളെ നോക്കുന്നത്. ഇതൊന്നും ഒരു കോളേജിലും പറഞ്ഞു കൊടുക്കൂല. മാതാപിതാക്കളെ നോക്കണം. നിങ്ങൾ MBBS പഠിപ്പിച്ചോ, എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചോ, നിങ്ങൾ ബയോടെക്നോളജിക്കോ ബയോഫിസിക്സ് എന്ത് പഠിപ്പിച്ചാലും ശരി, ഉമ്മാനെ വാപ്പാനെ നോക്കണം എന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. അത് ഇസ്ലാമെ പഠിപ്പിക്കുള്ളൂ, അത് ദീനി സ്ഥാപനങ്ങളെ പഠിപ്പിക്കുള്ളൂ. അത് പള്ളിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ദീനി സദസ്സുകളിലോ കേൾക്കാൻ പറ്റുന്ന വചനങ്ങളാ. നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക. ഇതൊക്കെ ഫണ്ടമെന്റൽസ്. സുബ്ഹാനല്ലാഹ്. ഒരു സമൂഹത്തിന്റെ വിജയത്തിന്റെ നിദാനം ഇതാണ്. നിന്റെ ജന്മത്തിന് കാരണമായ പിതാവിനോടും മാതാവിനോടും നന്മ കാണിക്കുക. അവരോട് നീ എതിർപ്പ് ചെയ്യല്ല. ഇത് ലോകം ഇക്കാലം അത്രയും അംഗീകരിച്ചു വരുന്ന മത ചിന്തകൾക്കതീതമായി ലോകം നന്മയെന്ന് കാണുന്ന സംഗതിയാണ് ത്വാഅത്തുൽ വാലിദൈൻ. ഇസ്ലാം പറഞ്ഞ അത് മാത്രമല്ല, وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. وَقَضَى رَبُّكَ, അല്ലാഹുവിന്റെ നിയമം ഇതാണ്, അല്ലാഹു വിധിച്ചിരിക്കുന്നു. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. വബിൽവാലിദൈനി ഇഹ്സാനാ, ഉമ്മായോടും വാപ്പയോടും നിങ്ങൾ നന്മ ചെയ്യണം എന്നും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ഉമ്മാനെ വാപ്പാനെ നോക്കുന്നത് ഉമ്മയും വാപ്പയും ചെയ്തു തന്ന ഉപകാരത്തിനല്ല, അവരെന്ന് വല്ലതും എഴുതിച്ചു വാങ്ങിക്കാനുമല്ല, നാട്ടുകാർ വല്ലതും പറയില്ലേ നോക്ക അതിനുമല്ല. എന്ത് നീ 5 വക്ത് നിസ്കരിക്കുന്നത് എന്തിനാ? അല്ല പറഞ്ഞു, അതുകൊണ്ട് നിസ്കരിക്കുക. അല്ല പറഞ്ഞു, ഉമ്മാനെ വാപ്പാനെ നോക്ക്. അവരുടെ സ്വഭാവം നന്നായിട്ടോ മോശമായിട്ടോ നീ ഇതിൽ എതിര് ചെയ്യല്ല. സ്വഭാവം നന്നാവട്ടെ മോശമാവട്ടെ, നമ്മൾ അങ്ങോട്ട് നന്നായി പെരുമാറൽ നിർബന്ധമാണ്. നോ എക്സ്ക്യൂസ്, നോ എക്സ്ക്യൂസ്. ഉമ്മാക്ക് എന്നോടല്ലല്ലോ സ്നേഹം, എന്തോ ആയിക്കോട്ടെ, നിന്റെ ഉമ്മയല്ലേ, നീ അങ്ങോട്ട് ചെയ്യേണ്ട ബാധ്യത നീ ഉമ്മയോട് നല്ലക്ക് പെരുമാറലാണ്. വാപ്പ അങ്ങനെ, വാപ്പ എന്തോ ആയിക്കോട്ടെ, നീ പുത്രനാണ്. വാപ്പയും ഉമ്മയെയും നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞത് ആരാ? അള്ളാഹുവാണ്. അതുകൊണ്ട് നീ നിന്റെ ബാധ്യത ചെയ്തേക്കണം. പിന്നെ അവര് ചില ഉമ്മ വാപ്പാരും ചില വിഷയങ്ങൾ തീരെ ശ്രദ്ധിക്കാത്തവരുണ്ടാവും. മക്കളോട് ഒരു നിലക്കും ഏറ്റ വ്യത്യാസം കാണിക്കാൻ പാടില്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ കുഞ്ഞിന് ഉമ്മ കൊടുക്കുകയാണെങ്കിൽ മറ്റേ കുഞ്ഞിന് ഉമ്മ കൊടുക്കണം എന്നാ. ഒരു കുഞ്ഞിനെ മാത്രമാക്കരുത്. ഒരു കുഞ്ഞിന് ഹദിയ കൊടുക്കും. സ്വഹാബി അങ്ങനെ, നബി എന്റെ കുഞ്ഞിന് ഞാൻ ഹദിയ കൊടുക്കാം. തങ്ങൾ ചോദിച്ചു, വേറെ മക്കളുണ്ടോ? ഉണ്ട്. അവർക്ക് ഹദിയ ഉണ്ടോ? ഇല്ല. എന്നാ എല്ലാവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മക്കളോട് നീതി പാലിക്കണമെന്ന് ഉമ്മായോടും വാപ്പായോടും അള്ളാന്റെ കടപ്പാടുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അതൊരു പക്ഷെ അവർ ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ ബാധ്യത എന്താ? നമ്മൾ നല്ല നിലയ്ക്ക് പെരുമാറുക, ദേഷ്യപ്പെട്ടവരോട് സംസാരിക്കാതിരിക്കുക. ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനൊക്കെ ചില വാപ്പമാർ പറഞ്ഞെന്ന് വരും, ചില ഉമ്മമാരങ്ങനെ പറഞ്ഞെന്ന് വരും. ചെവി അടക്കി പിടിച്ച് കേട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുക. ഒന്നും പറഞ്ഞു പോകണ്ട, ഒന്നും പറയണ്ട. നമ്മൾ എന്ത് ചെയ്തു നമ്മളോട് ചോദിക്കുക, അവരെന്ത് ചെയ്തു എന്ന് അവരോട് അള്ളാന്റെ ചോദ്യം കണ്ട് നമ്മളോട് ചോദിക്കുക, നീ നിന്നോട് ചെയ്യാൻ പറഞ്ഞ് നീ ചെയ്തോ ഇല്ലേ എന്നാണ്. നമ്മളോട് പറഞ്ഞത് എന്താ? അനിഷ്കുർലി വലി വാലിദൈക്, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ വാപ്പാക്കും ഉമ്മാക്കും നന്ദി ചെയ്യണം. യാ അല്ലാഹ്, എന്താണ് ഖുർആനിൽ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്നഹ്, പിതാവെന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വാതിലുകളിൽ മധ്യത്തിൽ നിൽക്കുന്ന വാതിലാണ്. സ്വർഗത്തിന്റെ വാതിലുകളിലെ മധ്യത്തിലെ വാതിലാണ് പിതാവ്. ഫഇൻ ശിഅത ഫഅദിഅ ദാലികൽ ബാബ് അവ ഇഹ്ഫദ്ഹു, നിനക്ക് വേണമെങ്കിൽ ആ വാതിൽ വേണ്ടാന്ന് വെച്ചോ, അല്ലെങ്കിൽ ആ വാതിൽ നോക്കി പിടിച്ചോ, നിനക്ക് സ്വർഗത്തിൽ കടക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയെ നോക്കണമെന്ന് 3 പ്രാവശ്യം പറഞ്ഞു അല്ലേ? മൻ ഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ മാന്യമായി പെരുമാറേണ്ടത് ആരോടാണ്? ഈ ചോദ്യങ്ങളൊക്കെ അള്ളാഹു ചോദിപ്പിച്ചതാ സ്വഹാബത്തിനെ കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ. എന്താണ് ആ ചോദ്യം? ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ എത്ര ചിന്തസ്, എത്ര നമ്മള് ഹൈ ഓർഡർ തിങ്കിങ് എന്നൊക്കെ പറയില്ലേ? മൻ ഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി, ഈ ലോകത്ത് ഞാൻ ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത് ആരോടാണ്? ഖാല ഉമ്മുക്, നിന്റെ ഉമ്മയോട്. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഏറ്റവും ആദ്യത്തെ സ്ഥാനം ഭർത്താവിനാണ്. അത് കഴിഞ്ഞിട്ടാണ് അവളുടെ ഉമ്മ, അവളുടെ വാപ്പ, പിന്നെ ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവിന്റെ വാപ്പ. ആദ്യത്തെ സ്ഥാനം കല്യാണം കഴിഞ്ഞ പെണ്ണിന് അവളുടെ ഭർത്താവാണ്. സുബ്ഹാനല്ലാഹ്.
ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കടപ്പാട് സ്വന്തം ഉമ്മയോടും വാപ്പയോടുമാണ്, പിന്നെ അവളുടെ ഉമ്മയോടും വാപ്പയോടും. ആരോടാ നബി? ഖാല ഉമ്മുക്, നിന്റെ ഉമ്മയോട്. സുമ്മ മൻ, പിന്നെ ആരോടാ നബി? ഉമ്മുക്, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ നബി? ഉമ്മുക്, നിന്റെ ഉമ്മയോട്. പിന്നെ ആരാ നബിയെ? ഖാല അബൂക്, നിന്റെ പിതാവിനോട്. 3 പ്രാവശ്യം പറഞ്ഞു. വാപ്പ മോശമായതുകൊണ്ടല്ല അതിനെ തങ്ങൾ പറയണത്. വാപ്പ എന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലേക്ക് കടക്കാനുള്ള കവാടമാണ്. വേണമെങ്കിൽ പിടിച്ചോ, അല്ലെങ്കിൽ ഒഴിവാക്കിക്കോ, നിനക്ക് വേണ്ടത് ചെയ്യാം. പക്ഷെ ഉമ്മയുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഉമ്മയെ എടുത്തു പറയാൻ കാരണം. നമ്മൾ ജനിച്ചത്, നമ്മുടെ വാപ്പയോ നമ്മുടെ കുടുംബങ്ങളോ അറിഞ്ഞിരിക്കും നമ്മുടെ ഉമ്മ അനുഭവിച്ച പ്രയാസം. ഉമ്മാക്ക് തിന്നാൻ പറ്റാത്തത്, ഉമ്മാക്ക് ഉറക്കല്ലായ, ഛർദിയോട് ഛർദി, വിഷമത്തോട് വിഷമം, അല്ലെ, തിന്നാൻ പറ്റുന്നില്ല, കാലിൽ നീര് വന്നത്, ഡോക്ടറെ അടുത്തേക്ക് തിരിച്ചു മറിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടറെ അടുത്ത് പോകുന്നൊക്കെ പറഞ്ഞാൽ അതാപല്ലേ. എന്താ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുന്ന പറഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ? ചൂടും തണുപ്പും കാറ്റും മഴയും, ഭക്ഷണം ഉണ്ടായിട്ടും ഇല്ലാതെയും, കുടിക്കാൻ കിട്ടാതെയും, വാഹനം കിട്ടിയിട്ടും അല്ലാതെയും ത്യാഗമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നവരെ ഒരു ഉമ്മ അനുഭവിക്കുന്ന ഇതൊന്നും ജനിച്ച കുഞ്ഞ് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ മക്കളാ +2 എത്തുമ്പോഴേക്കും കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. 10th എത്തുമ്പോഴേക്കും ഉമ്മാനെ വാപ്പാനും വേണ്ടാന്ന് പറയുന്നത്. സ്വന്തം ഉമ്മ അനുഭവിച്ച ത്യാഗം. ഇവള് ഈ ഇറങ്ങിപ്പോണ പെണ്ണുണ്ടല്ലോ, അവൾക്കൊരു കുഞ്ഞുണ്ടാവില്ലേ ഇനി? അവളൊരു ഉമ്മയാവില്ലേ? ആ പെണ്ണ് ആലോചിക്കുന്നില്ലേ ഇത്? ഞാനൊരു ഉമ്മയാവേണ്ട ആളാണ്. പെണ്ണല്ലേ, അവൾക്ക് ഗർഭാശയമുണ്ട്, അവൾ ജനനം കൊടുക്കേണ്ടവളാണ്, അവൾക്ക് ജന്മം കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തു. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ പെണ്ണ് അപ്പോഴാ തിരിച്ചറിയാ, ഓ ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്തത് വല്ലാത്ത മോശമായിപ്പോയി. അപ്പോഴേക്കും വണ്ടി പോയിട്ടുണ്ടാവും. ഇതൊന്നും മക്കൾ ചിന്തിക്കുന്നില്ല. വലുതായി സ്വന്തം 2 കാലിൽ നടക്കാനാകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഭൂമിക്ക് അങ്ങോട്ട് വന്നതാന്നാ വിചാരം. യാ അല്ലാ, ഉമ്മക്ക്, നിന്റെ ഉമ്മയോട് ഏറ്റവും അച്ചടക്കത്തിലേ നമ്മൾ സംസാരിക്കാവൂ. നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾ അത് അറിയണം. ഏറ്റവും പൊലൈറ്റ്, ഏറ്റവും കൈൻഡ് വേർഡ്സ്, വളരെ വളരെ മൃദുലമായ വാക്കുകളെ മാതാപിതാക്കളോട് മക്കൾ പ്രയോഗിക്കാവൂ. ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഉമ്മയോട് ഏതെങ്കിലും ഒരു കുഞ്ഞ് സ്വന്തം വീട്ടിലെ സ്വന്തം മകനോ മകളോ ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്നത് കണ്ടാൽ അവിടെ പിതാവ് ഇടപെടണം. വാപ്പ പറയണം, ഉമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് മോനെ? ഉമ്മയോട് സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ലേ? വാപ്പ തിരുത്തണം. വാപ്പയോട് മക്കൾ എന്തെങ്കിലും അനാവശ്യമായ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ഉമ്മ തിരുത്തി കൊടുക്കണം. മക്കളെ, വാപ്പയാണത്, വാപ്പയോട് അങ്ങനെ പറയരുത്. ഇങ്ങനെ 2 പേരും കറക്റ്റ് ചെയ്താലേ മക്കള് നന്നാവൂ. വാപ്പാക്ക് വിഷയമല്ല ഉമ്മാൻ എന്ത് പറഞ്ഞാലും, വാപ്പാക്ക് വിഷയം വാപ്പാനെ പറയല. ഇത് കുടുംബം തകർക്കല, ഇത് ചെയ്യരുത്. ഉമ്മ ഇല്ലാത്ത സമയത്ത് മക്കളെ വിളിച്ച് വാപ്പ പറഞ്ഞു കൊടുക്കണം. ഉമ്മയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാലോ, ഉമ്മയെ നമുക്കൊന്ന് സന്തോഷിപ്പിച്ചാലോ. ഇന്നത്തെ ഒരു കാര്യം ഉമ്മാന്റെ കുക്കിംഗ് നമുക്ക് ഏറ്റെടുത്താലോ, ഇന്ന് ഉമ്മ ചെയ്യുന്ന ആ ജോലി നമ്മളങ്ങ് ഏറ്റെടുത്ത് ചെയ്താലോ. വാപ്പയും മക്കളും കൂടി ഉമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ ഭർത്താവ് തന്റെ മക്കളോട് പഠിപ്പിക്കുകയാണ്. ഈ രീതിയിലാണ് മക്കളെ പെരുമാറാൻ അവരെ പഠിപ്പിക്കേണ്ടത്. ത്വഅത്തുൽ വാലിദൈൻ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. സന്തോഷം കൊടുക്കുക എന്നതിന്റെ അർത്ഥം അങ്ങോട്ട് തിരിച്ചു കിട്ടുക എന്ന് അതിലൊരു നിലക്കും അത് പ്രതീക്ഷിക്കരുത്. ഉമ്മക്കും വാപ്പാക്കും അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടണം, അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. വാപ്പാന്റെ അടുത്തുനിന്ന് ഉമ്മാന്റെ അടുത്തുനിന്ന് വല്ലതും എഴുതിച്ചു വാങ്ങിക്കാൻ വേണ്ടി അവസാന കാലം അതുവരെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ആ സക്കറാത്തിന്റെ നേരത്ത് ഓടി വന്നിട്ട് ഉമ്മാനും വാപ്പാനും മുഴുവൻ കാര്യം എന്തേ ആ പേപ്പർ അങ്ങോട്ട് ഒപ്പിട്ട് വാങ്ങിക്കുമ്പോഴേ ഇതാ ഞാനാ നോക്കിയത് എന്ന് പറയാൻ. എന്തിനാണ് ഈ തുരുപ്പ് ചീട്ട് കളിയൊക്കെ? അള്ളാഹുവിന് വേണ്ടി ചെയ്തേക്ക്, അപ്പോഴത് പടച്ചോൻ കബൂലാക്കുള്ളൂ. അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്യാൻ. സ്വന്തം ഉമ്മയും വാപ്പയും വാർദ്ധക്യ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ, നമ്മുടെ കൂടെ ജീവിക്കാൻ അവർക്ക് അവസരം ഉണ്ടായിരിക്കെ, ഈ വാപ്പയും ഉമ്മയെയും നോക്കിയാൽ സ്വർഗം കിട്ടുമെന്നിരിക്കെ ഒരു മനുഷ്യന്റെ വാപ്പയും ഉമ്മയും വാർദ്ധക്യത്തിലായി അവന്റെ കൂടെ ജീവിച്ചിട്ടും അവന് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരെ കടക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ആമീൻ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആമീൻ. എന്താണ് ആമീന്റെ അർത്ഥം? സ്വന്തം ഉമ്മയും വാപ്പയും വാർദ്ധക്യത്തിൽ ഉണ്ടായിരിക്കെ അവർക്ക് സേവനം ചെയ്ത് സ്വർഗം കിട്ടുമായിരുന്നു. അതിന് പകരം അവരെ പറഞ്ഞയച്ചു വൃദ്ധസദനത്തിലേക്ക്, അല്ലെങ്കിൽ അവരോട് പെറുപുറുത്തു. അപ്പയെ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇവന് ദേഷ്യം, ഉമ്മയെ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇവന് മുറുമുറുപ്പ്, അവിടെ വേദന ഇവിടെ വേദന, ഇതൊക്കെ പറയും. വാർദ്ധക്യത്തിലേക്ക് നമ്മുടെയും അവസ്ഥ അതല്ലേ? അള്ളാഹു ദീർഘായുസ് തന്നാൽ നമ്മളും എത്തുന്ന ഘട്ടങ്ങളാണ് ഇതൊക്കെ എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കണം.
വാർദ്ധക്യം എന്ന് പറഞ്ഞ അവരുടെ കുറ്റല്ല. നമുക്കും ആയുസ്സുണ്ടെങ്കിൽ ഇതേ സ്റ്റേജുകളിൽ നമ്മളും കടന്നു പോകാനുള്ളവരാണ്. നമുക്കാർക്കും ആത്മഹത്യ ചെയ്യാൻ പാടില്ലല്ലോ. അള്ളാഹു മരണം വെക്കുന്നത് വരെ കാത്തിരിക്കന്നെ വേണ്ടേ? യാ അല്ലാഹ്, സ്വർഗമാണ്. നമ്മുടെ വീടുകളിൽ പ്രായമുള്ള ഉമ്മയും വാപ്പയുണ്ടോ? സ്വർഗത്തിലേക്കുള്ള താക്കോൽ കൈ തന്നിരിക്കുക. വേണമെങ്കിൽ നീ എടുത്തോ, അവരെ സന്തോഷിപ്പിച്ചോ, വേണ്ടത് ചെയ്തു കൊടുത്തോ, സ്വർഗത്തിലേക്ക് പോയിക്കോ. ഈമാനും ഈ അമലും ഉണ്ടെങ്കിൽ അള്ളാഹു തആല സ്വർഗം കൊടുത്തേക്കും. യാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.